എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓരോ വിഷയത്തിലും മദ്യപിച്ച് ലഹരി കെട്ട് അല്ലെങ്കിൽ ബോധമില്ലാതെ സ്വന്തം മകനെ കുത്തിക്കൊന്നിരിക്കുന്ന ഒരു പിതാവ് കോഴിക്കോട്. സ്വന്തം മകനെയാണ്, അദ്ദേഹം മറ്റെന്തോ കുടുംബ പ്രശ്നങ്ങളെ കൊണ്ട് വീട്ടിലെത്തി പിന്നീട് മദ്യപിച്ച് ആ ലഹരിയിൽ സ്വന്തം മകനെയാണ് കുത്തിക്കൊന്നിരിക്കുന്നത്. അതിനപ്പുറം കൊച്ചിയിലാവട്ടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടറെ കുത്തിക്കൊല്ലുക. നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. പല രീതിയിൽ പല പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഹേമ കമ്മിറ്റിയുടെ പേരിൽ ആകെ തുറന്നാൽ പീഡനമേ പീഡനം, അതിനപ്പുറത്ത് ഇങ്ങനെ ബോധമില്ലാത്ത രീതിയിൽ ബോധമുള്ള രീതിയിൽ ഒരിടത്ത് ബോധമുള്ള രീതിയിൽ കുത്തിക്കൊല്ലുന്നു, മറ്റൊരു രീതിയിൽ ബോധമില്ലാത്ത അവസ്ഥയിൽ മറ്റൊരാളെ തീർപ്പ് കൽപ്പിക്കുന്നു. ടോട്ടലി നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തിന്റെ പ്രശ്നമാണ്? ഭരണത്തിന്റെ പ്രശ്നമാണെന്ന് പലരും പറയും, അല്ലെങ്കിൽ നിയമത്തിന്റെ പ്രശ്നമാണെന്ന് പലരും പറയും. പക്ഷെ സ്വന്തം നമ്മുടെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മളെല്ലാവരും വല്ലാത്തൊരു അസ്വസ്ഥതയില, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു വലിയ ദേഷ്യത്തില്, അതല്ലെങ്കിൽ കുറച്ച് സമയങ്ങളെ കൊണ്ട് എന്തൊക്കെയോ നേടിയെടുക്കണമെന്ന് വിചാരിച്ച് നെട്ടോട്ടത്തിലാണ് മനുഷ്യൻ. സമാധാനമില്ല. സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ മനുഷ്യന് യാതൊരു സമാധാനവും സന്തോഷവും ഇല്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ മകനുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു കാരുണ്യവും കാണിക്കുന്നില്ല. തിരിച്ചു മക്കളും അതെട്ടോ. അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേക്ക് വരുമ്പോഴേക്കും വലിയ ശിക്ഷകൾ നടപ്പിലാക്കുക. സ്വന്തം ജീവിതം അല്ലെങ്കിൽ ഭാവി നോക്കാതെ വാശിപ്പുറത്ത് പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടൊക്കെ ഇത് വളർന്നു വരുന്ന ഒരു തലമുറയിലേക്ക് നീങ്ങുമ്പോൾ ഇതിനേക്കാൾ അപകടമുള്ള ഒരു അവസ്ഥയിലൂടെ അവർ സഞ്ചരിക്കുക. കാരണം അവർ കാണുന്നത് എന്താണ്? നേരം പുലരുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ സ്വന്തം അച്ഛൻ മകനെ കുത്തിക്കൊല്ലണം. അതേപോലെ തന്നെ യാത്ര ചെയ്യുന്ന ബസ്സില് പെട്ടെന്ന് എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ ഓടി ഒരാൾ കയറുന്നു, കണ്ടക്ടറെ പിടിക്കുന്നു, കുത്തി അങ്ങ് അയാളെ തീർക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള എന്താ പറയാ ദുരന്തങ്ങള് അല്ലെങ്കിൽ അക്രമങ്ങള് അല്ലെങ്കിൽ വളരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ രംഗങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ തലമുറ, പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പുതിയ തലമുറയിലുണ്ട്. അവർക്ക് യാതൊരു രീതിയിലും ക്ഷമയില്ല, അതുപോലെ തന്നെ സഹനശക്തി കുറവാണ്, വാശി കൂടുതലാണ്. അതിനോടുകൂടെ ഈ രീതിയിലുള്ള ക്രിമിനൽ പാശ്ചാത്തലങ്ങളും കണ്ടു വളർന്ന ആ മക്കൾ പിന്നീട് നമ്മുടെ ലോകത്തിന്, നാടിന്, വീടിന് വളരെ വലിയ രീതിയിൽ അപകടം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖലയിലും കൗൺസിലിംഗ് അനിവാര്യമാണ്. അതല്ലെങ്കിൽ എല്ലാ മേഖലയിലും കുറച്ച് പ്രബോധനങ്ങളൊക്കെ അനിവാര്യമാണ്. ഇതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് വെറും സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ആർഭാടങ്ങൾക്ക് പിറകെ നമ്മൾ ഓടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം എന്നുള്ളത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ സമാധാനമില്ല എങ്കിൽ ആ വീട് എത്ര വലിയ കൊട്ടാരായിട്ടും കാര്യമില്ല. സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാൻ നമുക്ക് സമാധാനമില്ല എങ്കിൽ എത്ര കോടികൾ ആസ്തിയുള്ള വാഹനമായിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നാടിന്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നലെ മിഞ്ഞാന്ന് കേട്ട വാർത്തകളാണ് ഇതെല്ലാം. സ്വന്തം അച്ഛൻ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന മകനെ കുത്തിക്കൊലപ്പെടുത്തുന്നു. അതിനപ്പുറം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ കയറിയിട്ട് കണ്ടക്ടറെ അതായത് എന്തപ്പത്തിനൊക്കെ പറയാ, യാതൊരു രീതിയിലും ഒരു കയ്യിന്റെ നഖം വെട്ടിമാറ്റുന്ന ഒരു വിഷമം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യന്മാരൊക്കെ ഈ രീതിയിൽ തീർക്കുന്നത് എങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ അസ്വസ്ഥമാണ്. ജോലി ചെയ്യാൻ ധൈര്യമായിട്ട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഡോക്ടർമാരെ ഹോസ്പിറ്റലിൽ ഉള്ളിലിട്ടാണ് പീഡിപ്പിക്കുന്നത്. അതിനപ്പുറം ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത്. അപ്പൊ ഇവിടെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ നാട് സഞ്ചരിക്കുന്നുവെങ്കിൽ അതിന് കാരണങ്ങള് മൃഗങ്ങളല്ല. മുന്നൊക്കെ മൃഗങ്ങളെയായിരുന്നു പേടിച്ചിരുന്നത്. അസമയത്ത് വരുന്ന സമയത്ത് നായി വരുമോ, പുലി വരുമോ, കടിക്കുന്ന മറ്റുള്ള മൃഗങ്ങൾ വരുമോ. ഇപ്പൊ അതൊന്നുമില്ല. അവരൊന്നും നാട്ടിലല്ല. അവരൊക്കെ മനുഷ്യരെ പേടിച്ച് കാട്ടിലോട്ട് തന്നെ തിരിച്ചുപോയി. മൃഗങ്ങളെ പോലും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാടൻ സ്വഭാവമുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. സ്വന്തം മക്കളെ പോലും പീഡിപ്പിക്കുന്ന രക്ഷിതാക്കള്. അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ 6ഉം 7ഉം പേരും ചേർന്നിട്ട് ഒരു 3ഓ 4ഓ വയസ്സ് പോലും പ്രായമാകാത്ത കുട്ടികളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയാണ് നമുക്ക് പിഴച്ചത്? എവിടേക്കാണ് ഈ പോകുന്നത്? ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു തെറ്റും ചെയ്യാനും ഒരു ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞു, ബലാത്സംഗ കേസിൽ പിടിക്കുന്നവരെ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നവരെയൊക്കെ
തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ അവർക്ക് വധശിക്ഷ നടപ്പിലാക്കണം എന്നുള്ളത് ശരിയാണ്. നമ്മുടെ ശിക്ഷകളെ കുറിച്ചിട്ടും നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇവിടെ വെറുതെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ പരസ്പരം കൊമ്പ് കോർക്കുവാനും അവരുടെ പാർട്ടി വലുതാക്കാനും ആളുകളെ കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഓരോ വർത്തമാനം കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ലോകത്തിന് അപകടമാണ്, നാടിന് അപകടമാണ്. ഏത് പാർട്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും അസ്വസ്ഥതകൾക്കും അക്രമങ്ങൾക്കും അനീതിക്കും കൂട്ടുനിൽക്കുന്നുവെങ്കിൽ നാളെ നമ്മുടെ വീട്ടിനുള്ളിലും അതൊക്കെ നടക്കുമെന്ന് മനസ്സിലാക്കുക. ഇന്ന് മറ്റൊരാളുടെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മൾ പാർട്ടിയെ ന്യായീകരിക്കും, വ്യക്തികളെ ന്യായീകരിക്കും, സംഘടനകളെ ന്യായീകരിക്കും. പക്ഷേ നാളെ നമ്മുടെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, അത്രയും അസ്വസ്ഥരായിരിക്കും. അതുകൊണ്ട് ഒരു ബോധം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാ കാര്യത്തിലും നല്ലതാണെന്നാണ് ഈ വാർത്തകൾക്ക് പിറകെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പരസ്പരം തിരിച്ചറിവോട് കൂടിയിട്ട് സമാധാനാന്തരീക്ഷം ഉണ്ടാക്കാൻ, തെറ്റ് കണ്ടാൽ അതിന് ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം. ഓക്കെ, ബൈ.